ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പീസ് റീകുക്ഡ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ജീര റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വലിയ പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ എന്നാൽ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു റൈസ് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ജീര റൈസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ജീര റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ അളവ് 1.5 തൊട്ട് 2 ടീസ്പൂൺ വരെ ആകാം. ജീരകം ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ആയാൽ മതി, കരിഞ്ഞു പോകരുത്. ജീരകം ഒന്ന് ഫ്രൈ ആയി വന്നിട്ട് നല്ലൊരു മണം വരും. ആ സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഏലക്ക, പട്ട, ഗ്രാമ്പൂവും കൂടെ ചേർത്ത് കൊടുക്കാം. ബേ ലീഫ് ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബേ ലീഫും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഏലക്ക, 3 ഗ്രാമ്പു, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു പട്ടയുടെ കഷ്ണമാണ് ചേർക്കുന്നത്. ഈ സ്പൈസസും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ സവോള നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സവോളയൊന്ന് വാടി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നീളത്തിൽ ഒരു പച്ചമുളക് വരഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, അപ്പോൾ എടുത്തു മാറ്റാനും എളുപ്പമുണ്ട്. സവോളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വച്ചിരിക്കുന്ന ബസ്മതി അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ അരി ഈ നെയ്യിൽ കിടന്നിട്ട് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ റെസിപ്പിയിൽ അരി സോക്ക് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. അരി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരി എടുത്ത അതേ കപ്പിൽ 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ലോ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ജീര റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 കപ്പ് ബസ്മതി അരിക്ക് 1.25 കപ്പ് വെള്ളം പെർഫെക്റ്റ് ആയിരുന്നു. ഒട്ടും സ്റ്റിക്കി അല്ല, നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ജീര റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ആറിയതിന് ശേഷം മാത്രം മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ റൈസ് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജീര റൈസ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രിപ്പറേഷൻസും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു റൈസ് റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കും സജഷൻസും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഈ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇനി മറ്റൊരു വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് റീകുക്ഡ്.